പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും പ്രഭാത ചിന്തയ്ക്കായി പ്രാർത്ഥനയോടെ ആവലോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം, കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ. നാം വളരെയധികം അത് പഠിക്കേണ്ടതും അത് ചിന്തിക്കേണ്ടതുമായ ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ ഈ ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് പുതിയ നിയമത്തിലെ ശുശ്രൂഷയുടെ പ്രത്യേകതകളാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവരാജ്യത്തിൻ്റെ ആ മർമ്മം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഇനിയും പറയുവാൻ ഉണ്ട്. എങ്കിലും നമ്മുടെ സബ്ജക്റ്റ് അതിനോട് അനുബന്ധിച്ചതല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട സന്ദേശം പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകളുടെ പ്രത്യേകതകളാണ്. ആ പ്രത്യേകതകളിൽ പ്രധാനമായ നമ്മുടെ പുതിയ നിയമ ശുശ്രൂഷ കൃപയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇറ്റ്സ് ബേസ്ഡ് അപ്പോൺ ദ ഗ്രേസ്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അധികം ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ലാത്ത ഒരു പദമാണ് കൃപ. ഞാൻ കേട്ടിട്ടുണ്ട്, പലരും കൃപയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് കൃപ? സത്യത്തിൽ കൃപയുടെ ഒരു വ്യാഖ്യാനം ഞാൻ നടത്തിയാൽ, എൻ്റെ പഠനമുറിയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിത്തന്ന ആശയം, കൃപ എന്ന് പറയുന്നത്, ചിലർ പറയുന്നത് അർഹിക്കാത്ത ദാനമാണ്, ചാരീസ് എന്ന പദം, അതൊക്കെ ശരിയായിരിക്കാം. റാദർ ദാൻ ദിസ്, ഇതിനേക്കാൾ അപ്പുറത്ത് കൃപ എന്ന് പറഞ്ഞാൽ ഒരു വാക്യം പറഞ്ഞ് ഞാൻ അതിനെ സ്ഥിരീകരിക്കാം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജഡത്തിൻ്റെ ശൂലം മാറേണ്ടതിന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതായിട്ട്, ദൈവത്തോട് അപേക്ഷിച്ചതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ നാം പഠിക്കുന്ന ആ വാക്യത്തിൽ പൗലോസിനോട് കർത്താവ് പറയാണ്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ്. വട്ട് യു മീൻ ദാറ്റ്? എന്താണ് നീ അതിന് അർത്ഥമാക്കുന്നത്? എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞാൽ, പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞാൽ, കൃപ എന്ന് പറയുന്ന വ്യക്തി ഞാനാണ്, യേശു ക്രിസ്തുവാണ്. ഇപ്പം യേശു ക്രിസ്തു പറയാണ്, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അതുകൊണ്ടല്ലേ യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയത്, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ കൃപ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം കർത്താവായ യേശു ക്രിസ്തു കൃപയായി പരിണമിച്ചു നിൽക്കുമ്പോൾ പറയാം, നമ്മുടെ ബലഹീനതയിൽ ആ ശക്തി ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം തളർന്നു പോകുന്ന മേഖലകളിൽ, നാം നിരാശപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ, നമ്മെ പലരും അകറ്റി നിർത്തുന്ന ആ ഇടങ്ങളിൽ കർത്താവ് പറയുന്നു, എൻ്റെ കൃപ നിന്നോട് കൂടെയുണ്ട്, നിനക്ക് മതി, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാനാണ് നിൻ്റെ എല്ലാം.
ഞാനാണ് നിന്നെ വഴി നടത്തുന്നത്, ഞാനാണ് നിനക്ക് സകലതും ഒരുക്കി തരുന്നത്, ഞാനാണ് നിൻ്റെ എല്ലാം എന്ന് കർത്താവ് പറയുന്ന ആ ഒറ്റ വാക്കിൻ്റെ പേരാണ് കൃപ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒന്നും കൂടെ പറഞ്ഞാൽ ക്രിസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശുശ്രൂഷയാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ക്രിസ്തുവില്ലാത്ത ശുശ്രൂഷകൾ എല്ലാം അർത്ഥശൂന്യമാണ്. ക്രിസ്തുവില്ലാത്ത ശുശ്രൂഷകൾ എല്ലാം അത് മായയാണ്. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയുടെ പ്രാധാന്യത ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കണം. ക്രിസ്തുവുള്ള ഒരു ശുശ്രൂഷക്കാരനായി, ക്രിസ്തുവിനോട് കൂടെയുള്ള ശുശ്രൂഷകനായി, ക്രിസ്തുവിനെ എപ്പോഴും നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷകനായി മാറ്റപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതിൻ്റെ ബാക്കി പോയിന്റ്സ് നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ. ഞാനൊരു കാര്യം ഓർപ്പിക്കാം. നിങ്ങൾ എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നത് യൂട്യൂബിൽ കൂടെയാണെങ്കിൽ ദയവായിട്ട് അത് ഫോളോ ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക, അത് ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അല്ല, നിങ്ങൾ എൻ്റെ മെസ്സേജ് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് എന്നെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.